നമസ്തേ ഓൾ, എല്ലാവർക്കും PSC ടിപ്സിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് ചേർക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീ റാഡിക്കൽസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫ്രീ റാഡിക്കൽസ്? ഫ്രീ റാഡിക്കൽസ് ആർ ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അടങ്ങുന്ന ആറ്റത്തെയോ മോളിക്യൂളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ അൺപെയറിംഗ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആൻഡ് അൺസ്റ്റേബിൾ. ഇപ്പൊ ഇങ്ങനെ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും, അത് സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും. They can cause cell injury. പിന്നെ എന്തിനു കാരണമാകുന്നു ഫ്രീ റാഡിക്കൽസ്? സെല്ലിന്റെയൊക്കെ ഇഞ്ചുറിക്കും അത് കാരണമാകാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഈ സ്ലൈഡിൽ നമുക്ക് നോക്കാം. അത് നമുക്ക് ഇപ്പൊ ഒരു മോളിക്യൂളില് അല്ലെങ്കിൽ ആറ്റത്തിലെ പെയറിങ് അൺപെയറിങ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ക്ലോറിൻ മോളിക്യൂൾ ആണ്. ഇപ്പൊ നമുക്കറിയാം ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ എന്നത് 17 ആണ്. നമ്മൾ റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന് ഏറ്റവും നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റ് ഉണ്ട്. ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഒക്കെ റിവോൾവ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് പടത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടോ, ഇത് രണ്ട് ക്ലോറിൻ ആറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ആദ്യത്തെ നോക്കിയേ, ആദ്യത്തെ ഓർബിറ്റിൽ 2 എണ്ണം ഫില്ല് ചെയ്തു. അപ്പൊ ക്ലോറിന്റെ മനസ്സിലാക്കണം 17 ആണ് ആറ്റോമിക് നമ്പർ. 2 എണ്ണം ഫില്ല് ചെയ്തു, കണ്ടോ? 2 എണ്ണം ഫില്ല് ചെയ്തു. രണ്ടാമത്തേൽ എന്തായി? നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 8 7 അല്ലേ? അതായത് 2 10 7 17. അപ്പൊ ആദ്യത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് പോയി. രണ്ടാമത്തെ ഓർബിറ്റിൽ എത്ര പോയി? കണ്ടോ? 2 4 6 8 എണ്ണം പോയി. മൂന്നാമത്തെ ഓർബിറ്റിൽ 7 എണ്ണം, 2 4 6. ഇവിടെ ഇതൊരു 7, ഇത് ഈ ഓർബിറ്റിന്റെയാണ്. ഈ ഒരു പറയുന്ന ആദ്യം കാണപ്പെടുന്ന ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഓർബിറ്റിലാണ് 7 എണ്ണേ ഉള്ളൂ. മറ്റേ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒക്ടറ്റ് റൂള് ഒബേ ചെയ്യാൻ വേണ്ടി അത് നമുക്ക് 8 എണ്ണം ആക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു അറ്റത്തിന് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യും? അത് അടുത്ത് നിൽക്കുന്ന ക്ലോറിൻ ആറ്റത്തെ കൂട്ടുപിടിക്കും. മറ്റേ ക്ലോറിൻ എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? 7 ഇലക്ട്രോണാണ് ഉള്ളത്. അതിന് ഒരെണ്ണം കൂടെ കിട്ടിയാലേ 8 എണ്ണം ആകുകയുള്ളൂ. അപ്പൊ ആ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ രണ്ടിനും എന്തായി? 8 എണ്ണമായി. കണക്കൂട്ടുമ്പോൾ രണ്ടിനും എന്തായി? 8 ആയി. അപ്പൊ ഇങ്ങനെയാണത് എന്തായി നിൽക്കുന്നത്? ക്ലോറിൻ മോളിക്യൂൾ ആയിട്ട്, 2 ക്ലോറിൻ ആറ്റം കമ്പൈൻ ചെയ്ത് ക്ലോറിൻ മോളിക്യൂൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? സപ്പോസ് UV ലൈറ്റോ എന്തെങ്കിലും അതിൽ ഏൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പൊ UV ലൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ നല്ല കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, വളരെ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അവര് 8 ഇലക്ട്രോൺ പരസ്പരം ഓരോ ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്ത് പെയറൊക്കെ ചെയ്ത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ UV എന്ന് പറയുന്ന അദ്ദേഹം വരുന്നത്. അപ്പൊ UV വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവ തമ്മിൽ ഉള്ള കോവാലന്റ് ബോണ്ടിങ്, ഇവ തമ്മിലുണ്ടാകുന്ന കോവാലന്റ് ബോണ്ടിങ് അങ്ങ് ബ്രേക്ക് ആകും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയിട്ട് എന്ത് സംഭവിക്കും? അതായത് ഓരോ ഇലക്ട്രോണും അവനവന്റെ പഴയ സ്ഥാനത്തോട്ട് അങ്ങ് പോകും. പക്ഷേ എന്താ പ്രത്യേകത? അത് ഹൈ എനർജി ആയിരിക്കും. അവയ്ക്ക് എന്ത് പറ്റി? അവർക്ക് അൺപെയറിംഗ് സംഭവിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ അതിന് ഹൈ എനർജി ആയിരിക്കും, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, ഹൈ എനർജി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ വളരെ റിയാക്റ്റീവ് ആയിട്ടായിരിക്കും ഫ്രീ റാഡിക്കൽ ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഓരോ ക്ലോറിൻ ആറ്റം ഇപ്പൊ എന്തായി മാറി? ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറി വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺ. പെയറിംഗ് ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ആണ്. അതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരു ഫ്രീ റാഡിക്കൽ മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും വെറുതെ നിൽക്കത്തില്ല, ഹൈലി റിയാക്റ്റീവ് ആണ്. അത് തൊട്ടടുത്ത് ഏതെങ്കിലും നിൽക്കുന്ന മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിൽ നിന്നും അടുത്തൊരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ. ആ ഫ്രീ റാഡിക്കൽ തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്തിട്ട് അടുത്തൊരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ ആയിട്ടുള്ള പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ UV വന്ന ക്ലോറിൻ മോളിക്യൂൾ അറ്റാക്ക് ചെയ്തു, 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്ലോറിൻ മോളിക്യൂൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന മീഥേൻ മോളിക്യൂളിൽ ചെന്ന് അറ്റാക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എന്ന ഈ കാർബൺ ഹൈഡ്രജൻ നമ്മൾ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് ഇതിലെ ഹൈഡ്രജനെ വലിച്ചുകൊണ്ട് ആര് പോകും? ഈ പറയുന്ന ക്ലോറിൻ മോളിക്യൂൾ പോയിട്ട് ഒരു HCl ആയിട്ട്, അതായത് Hഉം Cl ആയിട്ട് HCl ആയിട്ട് ഫോം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ബാക്കി എന്തുണ്ട്? CH3 ഉണ്ട്. അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പം ഇവിടെയുള്ള ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു?
ഇങ്ങോട്ട് പോകുന്നു അല്ലേ, ഇങ്ങോട്ട് പോകുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, അൺപെയ്ഡ് ആയിട്ട് നിൽക്കുകയാണ് മിഥൈൽ മോളിക്യൂളിൽ. അപ്പോൾ അതെന്തായി, ഒരു ഫ്രീ റാഡിക്കലായി. ഇനി ഇതെന്ത് ചെയ്യും, ഈ ഫ്രീ റാഡിക്കൽ അടുത്തൊരു ക്ലോറിൻ മോളിക്യൂളായിട്ട് അറ്റാക്ക് അതിനെ കയറി അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, CH3Cl വീണ്ടും ഒരു ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുണ്ട്, റാഡിക്കൽ ഫോർമേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫിഗർ ഞാൻ കാണിച്ചത്. ഇനി നമ്മൾ ക്ലോറിന്റെ അങ്ങനെ ഒരു ഫ്രീ റാഡിക്കൽ പറഞ്ഞ പോലെ അടുത്ത ഒരു ടൈപ്പ് റാഡിക്കൽ ആണ് ഓക്സിജൻ റാഡിക്കൽ എന്ന് പറയുന്നത്. കണ്ടോ, there are several type of radicals. ഒത്തിരിയുണ്ട്. These oxygen radicals are most involved in the biological systems are derived from oxygen. അതായത് ഈ പറയുന്ന ഓക്സിജൻ റാഡിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് ഓക്സിജനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഫ്രീ റാഡിക്കൽ, ഓക്സിജൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നത് ഓക്സിജനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജനിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ പറയുന്ന പേരാണ് എന്താണ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് റാഡിക്കൽ ആകാനുള്ള ഒരു ടെൻഡൻസി ഓക്സിജൻ എന്ന് പറഞ്ഞാൽ, ഓക്സിജൻ എന്തുണ്ട്, ഹാസ് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. നമ്മൾ ക്ലോറിന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഓക്സിജന് എന്താ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഏത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഓക്കെ, ഇൻ ഔട്ടർ ഷെല്ലിനോ ഡിഫറെന്റ് ഓർബിറ്റൽസ്, അതായത് ഓർബിറ്റലുകളിൽ എന്തുണ്ട്, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റലിൽ എന്തുണ്ട്, അൺപെയ്ഡ് ആയിട്ടുള്ള 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, this electronic structure renders oxygen extremely vulnerable to radical formation. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ഓക്സിജൻ എന്താ ഉള്ളത്, 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ റാഡിക്കൽ ഫോർമേഷന്, ഓക്സിജൻ റാഡിക്കൽസ് ഫോർമേഷന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ROS എന്നാണ് പറയുന്നത്. അപ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കൽ ഉണ്ട്. എന്താണ് സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കൽ? പിന്നെ എന്താണ് ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കൽ? എന്താണ് ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കൽ? മൂന്നാമത് ഹൈഡ്രജൻ പെറോക്സൈഡ്. നാലാമത് ഹൈഡ്രോക്സിൽ റാഡിക്കൽ. ഇത് സം ഓഫ് ദ എക്സാമ്പിൾസ് ആണ് കേട്ടോ. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് സം ഓഫ് ദ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ ഈ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു മെത്തേഡാണ് റിഡക്ഷൻ ഓക്സിഡേഷൻ മെക്കാനിസം ഡ്യൂറിങ് നോർമൽ മെറ്റബോളിക് പ്രോസസ്. അതായത് നമ്മുടെ കോശങ്ങളിൽ ഒത്തിരിയും എന്ത് നടക്കുന്നുണ്ട്, മെറ്റബോളിക് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ റിഡക്ഷൻ ഓക്സിഡേഷൻ മെക്കാനിസം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ റിഡക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്ന പരിപാടി. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ 2 മെക്കാനിസം കൂടെ ചേർന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, നോർമൽ ആയിട്ടുള്ള മെറ്റബോളിക് ആക്ഷൻസിൽ നടക്കുന്നത്, സെല്ലിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിഡക്ഷൻ ഓക്സിഡേഷൻ മെക്കാനിസം നടക്കുമ്പോൾ സെൽസിൽ നടക്കുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട്, ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയന്റ് എനർജി. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. UV ഒക്കെ വന്ന് അടിക്കുമ്പോഴും എന്തുണ്ടാകാൻ എന്തുണ്ടാകുന്നുണ്ട്, ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ് എൻസൈമാറ്റിക് മെറ്റബോളിസം ഓഫ് സെർട്ടൻ എക്സോജനിക് കെമിക്കൽസ്. അതായത് നമ്മളിപ്പോൾ ഡ്രഗ്സ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേക തരം എക്സോജനിക് കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ആ വഴിക്കും എൻസൈമാറ്റിക് ആയിട്ടുള്ള മെറ്റബോളിസം ഒക്കെ നടക്കുക വഴി എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറിങ് ഇൻഫ്ലമേഷൻ, ഇപ്പൊ നമ്മൾ ഇഞ്ചുറി ഒക്കെ വരുമ്പം എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ ആകുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ കാണാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്തുണ്ടാകാറുണ്ട്, ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അയൺ ആൻഡ് കോപ്പർ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫ്രീ റാഡിക്കൽ ജനറേഷൻ. ഏതൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റലുകളായിട്ടുള്ള അയണും കോപ്പറും ഒക്കെ എന്താണ്, that are also responsible for free radical generation. ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതിന് ഒരു കാരണമാകുന്നുണ്ട് ഏത്, അയണും കോപ്പറും ഒക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ്, റിഡക്ഷൻ ഓക്സിഡേഷൻ മെക്കാനിസം, absorption of radiant energy, enzymatic metabolism of certain exogenic chemicals during inflammation. Iron and copper are also responsible for the free radical generation. Okay, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് അല്ലെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഓക്സിഡേഷൻ റിഡക്ഷനിൽ നമ്മുടെ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ കോശങ്ങളിലൊക്കെ മെറ്റബോളിക് പ്രോസസ്സ് നടക്കാറുണ്ട്. മെറ്റബോളിക് പ്രോസസ്സിൽ എന്തുണ്ടാകാറുണ്ട്, ATP പ്രൊഡക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഈ ATP ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ഓക്സിഡേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്.
അപ്പോൾ ഇങ്ങനെ ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ ഓക്സിജൻ സ്വാഭാവികമായും ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. അപ്പോൾ ഈ റിയാക്ഷൻ ഒക്കെ നടക്കുന്നതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീ റാഡിക്കൽസ് ആ പറയുന്ന കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫ്രീ റാഡിക്കൽസ് ആണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ ഒരു ചാർട്ട് ആണ് കൊടുത്തത്. ഇപ്പോൾ ഓക്സിജനിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ആനയോൺ. അതൊരു ഫ്രീ റാഡിക്കൽ ആണ്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു എൻസൈമിന്റെ പേരുണ്ട്. അത് ഞാൻ എഴുതിയിട്ടില്ല. സാന്റിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ് അതിനിവിടെ സഹായിക്കുന്നത്. ഈ ഓക്സിജനിൽ നിന്നും സൂപ്പർ ഓക്സൈഡ് ആനയോൺ ആയി മാറാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫ്രീ റാഡിക്കൽ ആണെന്ന് നോക്കാം. സൂപ്പർ ഓക്സൈഡിൽ നിന്നും എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണ്. എന്താണ് ഇവിടെ സഹായിക്കുന്നത്? എന്താണ്? സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണ് ഈ പറയുന്ന സൂപ്പർ ഓക്സൈഡിൽ നിന്നും സൂപ്പർ ഓക്സൈഡ് ആനയോണിൽ നിന്നും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിൽ എന്തുണ്ടാകുന്നു? ഹൈഡ്രോക്സി റാഡിക്കൽ ഉണ്ടാകുന്നു. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്നും ഹൈഡ്രോക്സി റാഡിക്കൽ ഉണ്ടാകുന്നുണ്ട്. അത് ഫെന്റൺ റിയാക്ഷൻ വഴിയാണ് എങ്ങനെ ഉണ്ടാകുന്നത്? ഈ ഹൈഡ്രോക്സി റാഡിക്കൽ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടാകാൻ ഒരു സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഇപ്പം അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അയൺ അതായത് Fe2+, ഫെറസ് എന്തായി മാറും? ഫെറസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, ഈ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായി മാറും? ഫെറിക്കും ഹൈഡ്രോക്സി റാഡിക്കലും ഉണ്ടാകും. എന്തുണ്ടാകും? ഫെറിക്കും അത് Fe3+ എന്തുണ്ടാകും? ഹൈഡ്രോക്സി റാഡിക്കൽ. ഈ ഹൈഡ്രോക്സി റാഡിക്കലിന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇനി ഈ ഹൈഡ്രോക്സി റാഡിക്കൽ നിന്നാണ് പിന്നെ എന്തുണ്ടാകുന്നത്? വാട്ടർ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സെല്ലിൽ എന്തുണ്ടാകുന്നത്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻസ് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കുന്ന ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ. അതായത് ഇപ്പോൾ നമ്മൾ റിയാക്റ്റീവ് ഓക്സിജൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ചേർന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അത് നമുക്ക് പ്രയോജനമാണോ അത് ദോഷമാണോ നമുക്ക് ചിന്തിക്കണം. അപ്പോൾ ദേ ആർ ജനറേറ്റഡ് ഇൻ നമ്പർ ഓഫ് റിയാക്ഷൻസ് എസെൻഷ്യൽ ടു ലൈഫ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ സെല്ലുലാർ മെറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ത് ജനറേറ്റ് ആകപ്പെടുന്നുണ്ട്? ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫാഗോസൈറ്റിക് സെൽസ് ജനറേറ്റ് റാഡിക്കൽസ് ടു കിൽ ഇൻവേഡിങ് പാത്തജൻസ്. അതായത് നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന പാത്തജൻസ് ഉണ്ടല്ലോ, ആ പാത്തജൻസിനെ കില്ല് ചെയ്യാനായിട്ട് ഫാഗോസൈറ്റിക് സെൽസ് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഉപകാരമായിട്ടാണ് വരുന്നത്. എന്താണ്? ഫാഗോസൈറ്റിക് സെൽസ് ജനറേറ്റ് റാഡിക്കൽസ് ടു കിൽ ഇൻവേഡിങ് പാത്തജൻസ്. ഇനി ഓക്സിജൻ റാഡിക്കൽസ് ആർ ഇൻവോൾവ് ഇൻ ഇന്റർസെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി സിഗ്നലിംഗ് മെക്കാനിസംസ് ഉണ്ട്. ഓരോ സെൽസിലും നടക്കുന്നുണ്ട് ഒത്തിരി സിഗ്നലിംഗ് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിലൊക്കെ ഏത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞ ഓക്സിജൻ റാഡിക്കൽസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, despite their beneficial activities, reactive oxygen species clearly can be toxic to cell. ഇങ്ങനെയുള്ള ചില ബെനിഫിഷ്യൽ ആക്ടിവിറ്റി ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഈ ഫ്രീ റാഡിക്കൽസ് എന്തുകൊണ്ടും ശരീരത്തിന് ദോഷമാക്കുന്നുണ്ട്. അതിന് പറയുന്നത് ഏബിൾ ടു ഡാമേജ് ഓൾ മാക്രോ മോളിക്യൂൾസ് ഇൻക്ലൂഡിംഗ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അതായത് DNA വരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസ് അങ്ങനെയുള്ള മാക്രോ മോളിക്യൂൾസിനെയൊക്കെ ഡാമേജ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ പറയുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അതായത് ഫ്രീ റാഡിക്കൽസിന് ഉണ്ട്. One of the best known toxic effect of oxygen radicals is damage to cellular membranes, that is plasma, mitochondrial and endomembrane systems, which is initiated by a process called lipid peroxidation. അതായത് ലിപ്പിഡ്സ് പെറോക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടത്തുന്നത് തന്നെ എന്താണ്? ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. നശീകരണ ശക്തി നന്നായിട്ട് എന്തിനുണ്ട്? ഈ പറയുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്തിനുണ്ട്? ഫ്രീ റാഡിക്കലിന് ഉണ്ട്. ഫ്രീ റാഡിക്കലിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യനെ കൂടുതൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? അതിന് ദോഷമാണ് അതിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പെറോക്സിഡേഷൻ ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്സ് ക്യാൻ ഹാവ് ന്യൂമറസ് എഫക്ട്സ്. അതായത് ലിപ്പിഡ് പെറോക്സിഡേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, അതിൽ എന്തൊക്കെയാണ് അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് മെംബ്രെയിൻ റിജിഡിറ്റി. മെംബ്രെയിൻ ഒക്കെ ഫ്ലെക്സിബിൾ ആണല്ലോ, മെംബ്രെയിൻ ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതിനെയൊക്കെ എന്ത് ചെയ്യും? റിജിഡ് ആക്കിക്കളയും ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? കണ്ടോ, ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് മെംബ്രെയിൻ ബൗണ്ട് എൻസൈംസ്.
അതുപോലെ തന്നെ സോഡിയം പമ്പ്, ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇതിന്റെയൊക്കെ ആക്ടിവിറ്റി, സോഡിയം പമ്പിംഗ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പമ്പിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെയൊക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ആക്ടിവിറ്റി ഒക്കെ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ വല്ലതും നടക്കുവോ, സെൽ പ്രോസസ് ഒക്കെ നടക്കുവോ, ഇല്ല. ഓക്കെ, അടുത്തത് ആൾട്ടേർഡ് ആക്ടിവിറ്റി ഓഫ് മെംബ്രെയിൻ റിസപ്റ്റർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു മെംബ്രെയിനിൽ ഒത്തിരി റിസപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ, ഓരോ മോളിക്യൂൾസിനെയൊക്കെ കടത്തിവിടാനായിട്ട്. അതിന്റെയൊക്കെ ആക്ടിവിറ്റി ഏത് നശിപ്പിച്ചാൽ അതിന്റെയൊക്കെ ഓൾട്ടർ ചെയ്ത് കളയും, മനസ്സിലായി, അതിന്റെ ആ ഒരു ഷേപ്പിനെയൊക്കെ മാറ്റിക്കളയും. ഷേപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന മോളിക്യൂൾസിനെ കറക്റ്റ് ആയിട്ട് അതിനെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എന്താണ് റിസപ്റ്റേഴ്സിന്റെ ആക്ടിവിറ്റിയൊക്കെ എന്ത് കളയും, ഓൾട്ടർ ചെയ്ത് കളയും. അതുപോലെ തന്നെ ഓൾട്ടേർഡ് പെർമിയബിലിറ്റി, അതായത് മോളിക്യൂൾസിന് പെർമിയബിൾ എന്ന് വെച്ചാൽ കടത്തിവിടുക എന്നുള്ള കഴിവ്, ഒരു സെല്ലിന് മറ്റേ സെല്ലോട്ട് കടന്നു പോകാനുള്ള കഴിവ്. അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ ആര് നശിപ്പിച്ചു കളയും, ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് നശിപ്പിച്ചു കളയും. അപ്പോൾ അവിടെ ദോഷമല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അധികമാകുന്നത് എന്താണ്, അത് വളരെയധികം ദോഷം സൃഷ്ടിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നിറച്ചെന്താ ആന്റി ഓക്സിഡന്റ് അല്ലേ, ഇതിനെതിരായിട്ടുള്ളതാണ് ആന്റി ഓക്സിഡന്റ്. നമ്മുടെ ശരീരത്തിൽ ഒത്തിരി നമ്മളെ ഇൻടേക്ക് എടുക്കണം. അപ്പൊ ആന്റി ഓക്സിഡന്റിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാതെ കമന്റ് ബോക്സിൽ സംശയം ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടവർ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി എല്ലാവർക്കും. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.